ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സൂപ്പർവിഷനെ പറഞ്ഞിട്ടൊരു ടോപ്പിക്കാണ്. സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ലാറ്റിൻ വേർഡിൽ നിന്നാണ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ. സൂപ്പർ മീൻസ് എബോ ആൻഡ് വിഷൻ മീൻസ് സീ, മീനിങ് ഓവർ സീയിങ് ഓർ സപ്പറൻറ്റ് ടു വർക്ക് ഓഫ് അതേഴ്സ്. മറ്റുള്ളവർ വർക്കുകൾ ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് ഒരു കുട്ടിക്ക് ഇപ്പോൾ വേണ്ട എക്സാം ഡ്യൂട്ടിക്ക് വരുമ്പോൾ സൂപ്പർവിഷൻ വരിക എന്ന് പറയും. അതായത് ഇപ്പോൾ നിങ്ങൾ എക്സാം എഴുതുന്നുണ്ടോ, കറക്റ്റായിട്ട് എഴുതുന്നുണ്ടോ, ഞാൻ യൂണിവേഴ്സിറ്റി നൽകുന്ന നിർദ്ദേശം അനുസരിച്ചിട്ടാണോ നിങ്ങൾ ആ ഫസ്റ്റ് പേജ് ഒക്കെ കറക്റ്റായിട്ട് എഴുതിയിട്ടാണോ, പിന്നെ നിങ്ങൾക്ക് ആവശ്യപ്രകാരം നിങ്ങൾക്ക് ഞങ്ങൾ അഡീഷണൽ ഷീറ്റ് കൊടുത്തെഴുതിയ. അപ്പോൾ അങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് തന്ന ടാസ്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് വീക്ഷിക്കുന്നതാണ്. നിങ്ങൾ കോപ്പി അടിക്കുന്നുണ്ടോ, നിങ്ങൾ കള്ളത്തരങ്ങൾ ചെയ്യുന്നുണ്ടോ, അതിനെ പറയുന്നതാണ് എന്തെന്നാണ് സൂപ്പർവിഷൻ എന്നാണ്. അതായത് സൂപ്പർവിഷൻ മീൻസ് കൺട്രോൾ ആൻഡ് ഡയറക്ഷൻ ഓഫ് സബോർഡിനേറ്റ്സ് ആക്ടിവിറ്റീസ്. സബോർഡിനേറ്റ്സ് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യാനും അവരെ ഡയറക്റ്റ് ചെയ്യാനും വേണ്ടി അതിനെ പറയുന്നതാണ് എന്തെന്നാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. സൂപ്പർവിഷൻ ഈസ് എ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഡയറക്ഷൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് എന്തെന്നാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. സൂപ്പർവിഷൻ ഈസ് ദ ഫങ്ഷൻ ഓഫ് ഒബ്സേർവിങ്. എന്താണ്? ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് ഒബ്സേർവിങ്. ആരെ ഒബ്സേർവ് ചെയ്യണത്? അവിടെ സബോർഡിനേറ്റ്സിനെ, അവരുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന സബോർഡിനേറ്റ്സിനെ അറ്റ് വർക്ക് ടു സീ ദാറ്റ് they are working according to the plans and policies of organization and keeping the time schedule and help them in solving their work problems. ആ ഓർഗനൈസേഷനിൽ കൊടുത്തിരിക്കുന്ന പ്ലാൻ പ്രകാരമാണോ അവരവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ, അതേപോലെ തന്നെ അതേപോലെ അവർ പറഞ്ഞ ടൈമിൽ തന്നെയാണോ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ആ ടൈമിൽ തന്നെയാണോ ചെയ്യണത് എന്നൊക്കെ നോക്കുന്നതിന് പറയണതാണ് എന്തെന്നാണ് സൂപ്പർവിഷൻ അല്ലെ സൂപ്പർവൈസേഴ്സ്. ഇപ്പോൾ ഒരു വീട് പണിയൊക്കെ നടക്കുന്ന സമയത്ത് കണ്ടിട്ടില്ലേ, കോൺട്രാക്റ്റൊക്കെ കൊടുക്കുന്ന സമയത്ത് അത് സൂപ്പർവൈസ് ചെയ്യാനൊരു വ്യക്തി വരണത്. അപ്പോൾ ആ വ്യക്തി എന്താ ചെയ്യുന്നത്? അവിടെ അവർ പണിയെടുക്കുന്നുണ്ടോ, അവർ പറഞ്ഞ ടൈമിൽ അവരത് ചെയ്യുന്നുണ്ടോ, ഇന്ന് ഇത്ര പണി ചെയ്യണം എന്ന് അവരോട് പറയുമ്പോൾ എന്താ പറയുക, അവർ ആ പണി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവർ ഇടയ്ക്കിടയ്ക്ക് സൂപ്പർവൈസ് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പം അങ്ങനത്തെ ഒരു ഇതിനെ പറയുന്നതാണ് സൂപ്പർവിഷൻ. ഇനി അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവരതിനെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ദ മാനേജർ അറ്റ് വേറെവർ ലെവൽ പെർഫോം സൂപ്പർവിഷൻസ് അക്കോർഡിംഗ് ടു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ RC ഡേവിസ് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് അഷ്യൂറിങ് ദാറ്റ് വർക്കേഴ്സ് ബീങ് ഡൺ ഇൻ അക്കോർഡിംഗ് വിത്ത് പ്ലാൻസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. അതായത് പ്ലാൻസ് പ്രകാരം അല്ലെങ്കിൽ അവരുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണോ അവരവിടെ കൃത്യമായിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഷുവർ ചെയ്യുന്നതിനെ പറയുന്നതാണ് ഇതെന്ന് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു എഫക്റ്റീവ് സൂപ്പർവിഷൻ ആവണമെങ്കിൽ ഗിവിങ് ഇൻ്റലിജൻറ്റ് ആൻഡ് പെർസിസ്റ്റ് ഡയറക്ഷൻ, advice, counsel, improving their work know-how and skill, motivating the subordinate to reach company goal, coaching and training them, if it need be, delegating and controlling activities under one's directions. ഒരു വ്യക്തിയുടെ ഡയറക്ഷനിൽ അവിടുത്തെ ആൾക്കാരെ ഒന്ന് കൗൺസിൽ ചെയ്യുക, അവരെ ഡെവലപ്പ് ചെയ്തെടുക്കുക, അവരുടെ സ്കില്ല് നോളജ് ഡെവലപ്പ് ചെയ്യുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അണ്ടർ വൺ ഡയറക്ഷൻ ഒരു വ്യക്തിയുടെ കീഴിൽ ഇതൊക്കെ ചെയ്യുന്നതിനെ പറയുന്നതാണ് ഇതിന് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചോദിച്ചാൽ എഴുതേണ്ട എന്താ മീൻസ് കൺട്രോൾ ആൻഡ് ഡയറക്ഷൻ. സബോർഡിനേറ്റ്സിനെ കൺട്രോൾ ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഒരു പാർട്ടാണ്, ഡയറക്ഷൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് എന്തെന്നാണ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞത്. ആ സബോർഡിനേറ്റ്സ് അവിടെ വർക്ക് ചെയ്യുന്ന സുപ്പീരിയേഴ്സ് നോക്കണം അവിടുത്തെ സബോർഡിനേറ്റ്സ് അവരുടെ ഓർഗനൈസേഷൻ്റെ പ്ലാൻസും പോളിസീസും അതനുസരിച്ചിട്ട് തന്നെയാണോ അവർ അവിടെ വർക്ക് ചെയ്യുന്നത്, അവിടുത്തെ പ്രോബ്ലംസ് കാര്യങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ടൈമിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, അതേപോലെ അവർക്ക് എന്തെങ്കിലും വർക്ക് സൈറ്റിൽ പ്രോബ്ലംസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതും സോൾവ് ചെയ്യുക വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതിനെ പറയുന്നതാണ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് സൂപ്പർവിഷൻ എഫക്റ്റീവ് ആവണമെങ്കിൽ അവർ
നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള നല്ല ബുദ്ധിപരമായിട്ടുള്ള ഡയറക്ഷൻസ് കാര്യങ്ങൾ കൊടുക്കണം, വാല്യുബിൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. അതേപോലെ തന്നെ അവരെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കണം, അവരുടെ നോളേജും സ്കില്ലും കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കണം. അതേപോലെ കോച്ചിങ് ആൻഡ് ട്രെയിനിങ് അവർക്ക് കൊടുക്കണം, അവർക്ക് വേണം. ഇതൊക്കെ എന്തിലാണ്, ഒരു ഡയറക്ഷനിൽ ഒരു വ്യക്തിയുടെ നിന്നുള്ള ഒരു വ്യക്തി മാത്രം സൂപ്പർവൈസ് ചെയ്താൽ മതി, അവരെ കൺട്രോൾ ചെയ്താൽ കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് സൂപ്പർവിഷൻ എന്തെന്ന് ചോദിച്ചാൽ പറയേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റീസ്. ഇനി എങ്ങനെയാണ് ഒരു ഈ സൂപ്പർവൈസ് ഇമ്പോർട്ടൻറ്റ് ലിങ്ക് ബിറ്റ്വീൻ ആരൊക്കെ ഹയർ ലെവൽ മാനേജർ ടു ലോവർ ലെവൽ പേഴ്സൺസ് വരെയുള്ള ഒരു ലിങ്കാണ്, ഇമ്പോർട്ടൻറ്റ് ലിങ്കാണ് എന്തെന്ന് പറഞ്ഞത് ഗുഡ് സൂപ്പർവൈസർ, ക്വാളിറ്റീസ് ഓഫ് എ സൂപ്പർവൈസേഴ്സ് എന്ന് പറഞ്ഞത്. അതിന് കുറേ ക്വാളിറ്റീസ് ഉണ്ട്. ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, എന്താ പറയുക, ഗുഡ് മെമ്മറി, ടെക്നിക്കലി, ഇമോഷണൽ, റെസ്പോൺസിബിലിറ്റീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടം പ്രകാരമുണ്ട്. ലീഡർഷിപ്പ് ക്വാളിറ്റി ഫസ്റ്റ് വേണം. ലീഡർഷിപ്പ് ഒരു സൂപ്പർവൈസർ എപ്പോഴും എന്താണ് നല്ല നയിക്കാനുള്ളൊരു പവർ ഉണ്ടാവണം. ഹി പ്രൊവൈഡ് നെസസറി ഗൈഡൻസ് ടു അച്ചീവ് വർക്ക് ടാർഗറ്റ്സ്. അവർ നല്ല ആവശ്യമുള്ള ഡയറക്ഷൻസ് കൊടുക്കണം, അല്ലെങ്കിൽ ആവശ്യമുള്ള ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്താലാണ്. ഞാൻ നിങ്ങൾക്ക് ആദ്യമായി എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എന്താണ് ഗൈഡ് ചെയ്യണം. നിങ്ങൾ ഫസ്റ്റ് ഇയേഴ്സ് എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയിലെ എക്സാം എഴുതാൻ അറിയില്ല. അപ്പം ഞാൻ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നല്ല രീതിയിൽ ആ പേപ്പർ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഗൈഡ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞത് എന്താ, ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ആദ്യത്തെ എന്ന് പറഞ്ഞത്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതായത് ഹി ഷുഡ് ബി ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. നല്ലൊരു എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ വേണം, അതായത് അവർ തമ്മിലുള്ളൊരു നല്ലൊരു ബന്ധം, അല്ലെ നല്ല ബന്ധങ്ങളുണ്ടെങ്കിൽ നമ്മൾ നന്നായി സംസാരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറയണത് സൂപ്പർവൈസേഴ്സും സബോർഡിനേറ്റ്സും തമ്മിലൊരു ഗുഡ് കമ്മ്യൂണിക്കേറ്റേഴ്സ്, അല്ലെങ്കിൽ സൂപ്പർവൈസർ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേറ്ററാണ്. ഹി ഫ്രീക്വൻറ്റ് കമ്മ്യൂണിക്കേറ്റിംഗ് സൂപ്പർവൈസേഴ്സ് ആൻഡ് സബോർഡിനേറ്റ്സ്. എപ്പോഴും എന്താണ് സൂപ്പർവൈസേഴ്സിനും അല്ലെങ്കിൽ മാനേജേഴ്സിനും അല്ലെങ്കിൽ അവർക്ക് സബോർഡിനേറ്റ്സിനായിട്ട് എപ്പോഴും എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലാണ് എന്താ പറയുക അവർ ആ ഉദ്ദേശിച്ച ഫലം കിട്ടും. നോളേജ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതായത് അദ്ദേഹത്തിന് ആ ഓർഗനൈസേഷനെ പറ്റിയിട്ടുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസ് അറിയണം. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കോളേജിനെ പറ്റി സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കണം. അപ്പോൾ എനിക്ക് എന്താ വേണ്ടത്, ഈ കോളേജിനെ പറ്റിയിട്ടുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് എനിക്ക് ഇവിടുന്ന് കിട്ടുന്നതനുസരിച്ച് എനിക്ക് കിട്ടും. അപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യും. അപ്പോൾ അറിയണമെങ്കിൽ എന്താ ആ ആൾക്ക് ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ഡൗട്ട് ചോദിച്ചാൽ എനിക്ക് അതിന് ആൻസർ ചെയ്യണം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, അപ് ടു ഡേറ്റ് ആയിട്ട് അവിടുത്തെ സൂപ്പർവൈസേഴ്സിന് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആ ഓർഗനൈസേഷനെ പറ്റിയിട്ട് അറിയണം. മാനേജറിയൽ ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ ദ ഓൺലി ഏബിൾ ടു കോർഡിനേറ്റ് സുപ്പീരിയർ ഷുഡ് ഹാവ് എ മാനേജറിയൽ ക്വാളിറ്റി. ദേ ഓൺലി ഏബിൾ ടു കോർഡിനേറ്റ് ഹിസ് സബോർഡിനേറ്റ്സ്. മാനേജറിയൽ ക്വാളിറ്റി എന്ന് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ഒരുമിപ്പിച്ച് പോകാനുള്ള ഒരു പവർ അദ്ദേഹത്തിന് വേണം, എന്നാലാണ് എന്തെന്നാണ് ഒരു ഗുഡ് മാനേജർ ആവുള്ളൂ. അവർക്ക് സബോർഡിനേറ്റ്സിനൊക്കെ കോർഡിനേറ്റ് ചെയ്ത് പോകാൻ പറ്റുക അങ്ങനെയാണ് ഒരു മാനേജറിയൽ ക്വാളിറ്റി ഉണ്ടെങ്കിലാണ്. പിന്നെ ടെക്നിക്കൽ ക്വാളിറ്റി എന്ന് പറഞ്ഞത് അതായത് all matters relate work such as placement, inspection of work, disciplinary action etc. at the work of super. So they technical competency. He is able to tackle the wrong problems of workers. അതായത് ടെക്നിക്കൽ നോളേജ് വേണമെന്ന് പറഞ്ഞത് ഇപ്പോൾ ഞാനൊരു കമ്പ്യൂട്ടർ ടീച്ചറാണെങ്കിൽ ആ കമ്പ്യൂട്ടറിനെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും അറിഞ്ഞാലാണ് നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ എനിക്ക് അതിനെപ്പറ്റിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്കൊരു വിവരം ഇല്ലെങ്കിൽ അതിനെപ്പറ്റി വിവരം ഉണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക, നിങ്ങൾക്ക് നിങ്ങൾ ചോദിച്ച ഡൗട്ടിനൊന്നും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാ ഈ പണിക്ക് വരണേന്ന് ചോദിക്കില്ലേ. അതേപോലെ തന്നെ ഒരു സൂപ്പർവൈസേഴ്സ് അവർ ചെയ്യുന്ന വർക്കിനെ പറ്റിയിട്ട് അതിന് ഫുൾ നോളേജ് ഉണ്ടായിരിക്കണം. അതാണ് ടെക്നിക്കൽ ക്വാളിറ്റീസ്. അതേപോലെ എന്തെങ്കിലും പ്രോബ്ലംസ് കാര്യങ്ങൾ വരികയാണെങ്കിൽ അത് കണ്ടുപിടിക്കുകയും ചെയ്യാം, അതനുസരിച്ച് അത് പരിഹരിക്കാനുള്ള കഴിവും ആ സൂപ്പർവൈസറിന് വേണം. അതാണ് ഇൻസ്പെക്ഷൻ ഓഫ് വർക്ക് അല്ലെങ്കിൽ സച്ച് പ്ലേസ്മെൻറ്റ്. എന്തെങ്കിലും മെഷീൻ നാശായ അത് മാറ്റി വയ്ക്കാനുള്ളൊരു അത് കണ്ടുപിടിക്കാൻ അതിൻ്റെ പ്രോബ്ലം അതാണല്ലേ അതിൻ്റെ പ്രോബ്ലം എന്ന് കണ്ടുപിടിച്ചിട്ട് അത് മാറ്റി വയ്ക്കാൻ. അതേപോലെ തന്നെ
വർക്ക് സൈറ്റിലുള്ള ഇൻസ്പെക്ഷൻസ്, അതേപോലെ ഡിസിപ്ലിനറി ആക്ഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ ശ്രദ്ധിക്കണം. ഇമോഷണൽ സ്റ്റെബിലിറ്റി, he wants to supervise different types of service, so he should be have emotional stability. അതായത് ഇമോഷണൽ സ്റ്റെബിലിറ്റി വേണം. അതായത് പല വ്യക്തികളായിട്ടാണ് അദ്ദേഹം കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ ഓരോ വ്യക്തികളും ഓരോ പോലെ പെട്ടെന്ന് ഓരോ വ്യക്തികൾക്കും ചിലർക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള പവറൊന്നും ഉണ്ടാവില്ല. ചിലർക്ക് പെട്ടെന്ന് കരച്ചിൽ വരും, ചിലർക്ക് ദേഷ്യം വരും. അപ്പോൾ ഈ വ്യക്തി എപ്പോഴും എന്തായിരിക്കണം, സൂപ്പർവൈസർ എപ്പോഴും എന്തായിരിക്കും, ഒരു നല്ല എന്താ പറയുക ഇമോഷണൽ സ്റ്റേബിൾ ആയിരിക്കണം. പെട്ടെന്ന് ദേഷ്യം വരാനോ പെട്ടെന്ന് കരച്ചിൽ വരാനോ അങ്ങനത്തെ ഒന്നും പാടില്ല. ആ വ്യക്തി എപ്പോഴും എന്താണ് ഇമോഷണലി എന്താ പറയുക സ്റ്റേബിളായിട്ടിരിക്കണം. എപ്പോഴൊരു നല്ല പേഴ്സണാലിറ്റി വേണം. എന്താണ് ഒരു സൂപ്പർവൈസറിൻ്റെ വേറൊരു ക്വാളിറ്റിയാണ്. ടാക്ട്ഫുൾനെസ് എന്ന് പറഞ്ഞത് ഹി ഷുഡ് ബി ടാക്ട്ഫുൾ വൈൽ ഡീലിംഗ് വിത്ത് വർക്കേഴ്സ്. തന്ത്രപരമായിട്ട് കാര്യങ്ങൾ നീക്കാനുള്ള കഴിവ് ആർക്ക് വേണം? ഒരു സൂപ്പർവൈസറിന് വേണം. റെസ്പോൺസിബിലിറ്റിയാണ്, അറിയാലോ, ആ പേഴ്സൺ എപ്പോഴും റെസ്പോൺസിബിൾ ആയിരിക്കണം. എന്ത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു വ്യക്തിയായിരിക്കണം ഒരു സൂപ്പർവൈസർ എന്ന് പറയുന്നത്. സെക്യൂർ ഓഫ് cooperation. A good supervisor know the getting cooperation from someone. The supervisor must have mental and moral influence the achievement. അതായത് സെക്യൂർ ഓഫ് കോപ്പറേഷൻ, അതായത് ഒരു ദൃഢമായിട്ടുള്ള എല്ലാവരെയായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ട് പോവാനുള്ളത്. അപ്പോൾ എന്താ പറയുക സെക്യൂർ ഓഫ് കോപ്പറേഷൻ അതാണ്. അപ്പോൾ എന്താ പറയുക അവരെപ്പോഴും സബോർഡിനേറ്റ്സിനായിട്ടൊരു ഒരു കോപ്പറേഷൻ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്താലാണ് അവർക്ക് അവിടുത്തെ ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നോളേജ് ഓഫ് ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് നോളേജ്, അവിടുത്തെ പ്ലാൻസ്, പോളിസീസ്, അവരുടെ ഒബ്ജക്റ്റീവ്സ്, എന്നാൽ മാത്രമാണ് അവിടുത്തെ സബോർഡിനേറ്റ്സിനെ അവർക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സൂപ്പർവൈസേഴ്സിന് എപ്പോഴും എന്താണ് വേണ്ടത്? ആ ഓർഗനൈസേഷനെ പറ്റിയിട്ടുള്ള ഒരു വിവരം വേണം. ഗുഡ് മെമ്മറി, ഓർമ്മ വേണം. അവിടുത്തെ റൂൾസും റെഗുലേഷനും എന്താ എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ട് നല്ല മെമ്മറി വേണം. പിന്നെ എബിലിറ്റി ടു ജഡ്ജ് കറക്റ്റ്ലി, അതായത് ജഡ്ജ് ചെയ്യാനുള്ളത്. അതായത് ഹീ ഷുഡ് കേപ്പബിൾ ടു മേക്കിംഗ് കറക്റ്റ് അസസ്മെൻറ്റ് ഓഫ് പീപ്പിൾ, പ്ലേസ് ആൻഡ് ഈവൻറ്റ്സ്. ജഡ്ജ് ചെയ്യാൻ, അതായത് നിരീക്ഷിച്ചിട്ട് അത് പറയാനൊരു കഴിവ് വേണം. ജഡ്ജ് ചെയ്യാനുള്ളൊരു പവർ വേണം. അതൊരു ക്വാളിറ്റിയാണ്. ഈ ഷുഡ് ബി മാൻ ഓഫ് ഗ്രേറ്റ് പേഷ്യൻസ്, ക്ഷമയുള്ള വ്യക്തിയാവണം. ഈ ഷുഡ് ബി ഹാവ് എ സ്ട്രോങ് സെൻസ് ഓഫ് ഡിസിപ്ലിൻ വേണം. ഷുഡ് ബി ഫിസിക്കലി ഫിറ്റ് വേണം, മെൻ്റലി ഫിറ്റ് വേണം. എന്നാൽ മാത്രമാണ് അതൊക്കെയാണ് ഒരു ഗുഡ് സൂപ്പർവൈസറിൻ്റെ ക്വാളിറ്റി. ഏതൊക്കെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരുന്നു, കമ്മ്യൂണിക്കേഷൻ ക്വാളിറ്റി സ്കില്ലുണ്ടായിരുന്നു, സംസാരിക്കാൻ പറ്റുന്നത്. പിന്നെ റൂൾസും റെഗുലേഷൻസും ഇതിനെ പറ്റിയിട്ട് നല്ല വിവരം വേണം. അതിന് മെമ്മറിയും വേണം. അതാണ് ഗുഡ് മെമ്മറിയും വേണം. പിന്നെ മാനേജറി ക്വാളിറ്റി വേണം. മാനേജ് ചെയ്യാനുള്ളൊരു ക്വാളിറ്റി ഇദ്ദേഹത്തിന് വേണം. അവിടുത്തെ ടെക്നിക്കലായിട്ടുള്ള നോളേജ് വേണം. ഇമോഷൻ സ്റ്റെബിലിറ്റി വേണം. അതുപോലെ അവർക്ക് പേഷ്യൻസ് വേണം. ഷുഡ് ബി പേഷ്യൻ്റ് ആവണം, ക്ഷമ വേണം. അതുപോലെ സ്ട്രോങ് ഡിസിപ്ലിൻ, നല്ല ഡിസിപ്ലിനായിട്ട് ലൂസ് ടോക്സിനൊന്നും പോകാണ്ട് കൃത്യകാര്യത്തിനൊരു അച്ചടക്കം വേണം. ഫ്രണ്ട്ഷിപ്പ് വേണമെങ്കിൽ ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ തന്നെ എന്താ പറയുക സ്ട്രിക്റ്റ് ആണെങ്കിൽ സ്ട്രിക്റ്റ്. അതാണ് ഡിസിപ്ലിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിസിക്കലി ഫിറ്റ് ആവണം, അല്ലേ, നല്ലൊരു പേഴ്സണാലിറ്റി ഫിസിക്കലി ഫിറ്റ് ആവണം. പിന്നെ അതേപോലെ തന്നെ ഓർഗനൈസേഷനെ പറ്റിയുള്ള നോളേജ് വേണം. നല്ല ഗുഡ് മെമ്മറി വേണം. ഗുഡ് ജഡ്ജ് ചെയ്യാനുള്ള എന്താ പറയുക കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ട് അത് വീക്ഷിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് വേണം. ഇതൊക്കെയാണ് എന്താണ് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് സൂപ്പർവൈസേഴ്സ് എന്നാണ്. താങ്ക് യു.